ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്നാണ്. പൊങ്കാലയെ വരവേൽക്കാൻ അനന്തപുരി ആറ്റുകാൽ ക്ഷേത്രവും ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് 2:30 നിവേദ്യം. പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങൾ 24 ഒരുക്കിയിട്ടുണ്ട്. 100 ന്യൂസിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ വാർത്തയിലേക്ക് കടക്കുന്നു. ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് ഇപ്പോൾ സ്മിത ഹരിദാസും പ്രവിത ലക്ഷ്മിയും ചേരുന്നുണ്ട് തത്സമയം. സ്മിത, ഗുഡ് മോർണിംഗ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു തലസ്ഥാന നഗരി. വലിയ തിരക്ക് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഒപ്പം ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് റീജിത്ത്. വലിയ തിരക്ക് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ കണ്ടു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഇതാ പൊങ്കാലയുടെ ദിവസമായിരിക്കണം. നമ്മൾ നടയിൽ തന്നെയാണുള്ളത്, ക്ഷേത്ര നടയിൽ തന്നെയാണ്. വലിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്കെന്നൊക്കെ നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു തിരക്കാണ്. സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ ഭൂരിപക്ഷം വന്നിട്ടുള്ളത്. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ പൊങ്കാലയുടെ ഇന്നത്തെ ദിവസം 10:30 പണ്ടാര അടുപ്പിൽ തീ കൊളുത്തുക, പക്ഷേ തീ പകരാൻ അഗ്നി പകരുക. ആ സമയമാകുമ്പോഴേക്കും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വ്രതമെടുത്ത് എത്തിയിരിക്കുന്നവരാണ് കുളിച്ച് ഈറനണിഞ്ഞ് അല്ലെങ്കിൽ പുതുവസ്ത്രമണിഞ്ഞ് കോടിവസ്ത്രമണിഞ്ഞ് ദേവിയെ ദർശിച്ചതിന് ശേഷമാണ് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുക. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൊണ്ടും കൂടി ദർശനം നടത്തുന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ ക്ഷേത്ര നടയിലാണ് നിൽക്കുന്നത്. നീണ്ട നിര തന്നെ, കിലോമീറ്ററുകൾ നീണ്ട നിര ഇന്ന് പുലർച്ചെ തന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. സംസ്ഥാനത്തിന് തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും കഴിഞ്ഞ 2, 3, 4 ദിവസങ്ങളായി ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് പൊങ്കാലയ്ക്കുള്ള അടുപ്പും അതിന് ചുടുകട്ടകൾ കൊണ്ട് നിരത്തി ഈ കിലോമീറ്ററുകളോളം നഗരത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അവർ കാത്തിരുന്ന ദിവസമാണ്. നാമജപങ്ങളോടെ ദേവിയെ ദർശിക്കാനായി എത്തിയവരുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ കാണുന്നത്. ഈ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി കർശനമായ സംവിധാനങ്ങളുണ്ട്. സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അത് എത്ര പേരെന്ന് പോലും ഇന്നലെ വെളിപ്പെടുത്തിയിട്ടില്ല. അത്രയ്ക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂട് കൂടി വരുന്നൊരു സമയമാണ്. ഇപ്പോൾ ഈ പുലർച്ചെ തന്നെ നമുക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. റീജിത്ത്, ക്ഷേത്രനടയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ചൂടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഭക്തജനങ്ങൾക്ക് നിർജ്ജലീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെള്ളം, ശുദ്ധജലം ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് വോളണ്ടിയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ വെള്ളം വേണ്ടത്ര കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെയുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ആദ്യം നടക്കുന്നത് ക്ഷേത്ര ദർശനം തന്നെയാണ്. ആദിപരാശക്തിയുടെ മാതൃഭാവത്തിലുള്ള രൂപമാണ്. ചരിത്രവും ഐതിഹ്യവും ഒക്കെ കൂടിക്കൊഴഞ്ഞ് മനോഹരമായ ചില ഐതിഹ്യങ്ങളുണ്ട് ആറ്റുകാലമ്മയുമായി ബന്ധപ്പെട്ട്. അതിലേറ്റവും മനോഹരമായ ഒരു ആചാരം എന്ന് വിശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രശസ്തമായ ആറ്റുകാലിലെ പ്രശസ്തമായ മുല്ലത്തറവാട്ടിലെ കാരണവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലികയെ കണ്ടു. പുഴ കടത്തിവിട്ടു ബാലികയെ. അതിനുശേഷം രാത്രി ദേവി ദർശനം നൽകി. ദേവി, അത് ഞാനായിരുന്നു നിനക്ക് മുന്നിൽ വന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ തരുന്ന അടയാളം, അവിടെ ഒരു ക്ഷേത്രം വയ്ക്കണം, ഒരു പ്രതിഷ്ഠ, അവിടെ പൂജ നടത്തണം. അങ്ങനെ പിറ്റേ ദിവസം തൃശൂലം കൊണ്ടുള്ള രേഖ അത് അടയാളപ്പെടുത്തിയെടുത്താണ് കരമനയാറിനും കിള്ളിയാറിനും നടുക്കുള്ള സംഗമസ്ഥലമായ അവിടെയാണ് ഈ ആറ്റുകാലുള്ളത്. അതിനുശേഷം എത്രയോ വർഷങ്ങളായി ഒരുപാട് പുരോഗതി വന്നു. ആറ്റുകാലിൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ തന്നെ സ്ത്രീകൾ ഇത്രത്തോളം ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലെത്തുന്ന ഏക ക്ഷേത്രം എന്നുള്ള രീതിയിൽ തന്നെ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വർഷം ചെല്ലുന്തോറും നട തുറന്നിരിക്കുന്നു. മാത്രം പുറത്തുപോയി പൊങ്കാല അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് അവരവർക്കായുള്ള ഇടങ്ങളിലേക്ക് തിരികെ പോകുന്നു.
ഈ നഗരത്തിൽ എല്ലായിടത്തും കിലോമീറ്ററുകളോളം അവരവരുടെ വീടുകൾക്ക് മുന്നിൽ, കെട്ടിടങ്ങൾക്ക് മുൻപിൽ പല തരത്തിലുള്ള ഹോട്ടലുകളിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനു മുന്നിലൊക്കെ തന്നെ പൊങ്കാലയ്ക്കുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നഗരസഭ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ കണ്ടതാണ്, സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു, ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരം. എല്ലായിടത്തും എവിടെ നോക്കിയാലും പൊങ്കാല അടുപ്പുകൾ മാത്രം. എവിടെയെങ്കിലും ഒരല്പം സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു 4-5 പൊങ്കാല അടുപ്പ്, അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നു. ആ രീതിയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ 10:30 മണിക്കാണ്, കൃത്യം 10:30 മണിക്കാണ് ക്ഷേത്രം തന്ത്രി ശ്രീകോവിലിനകത്തു നിന്ന് മേൽശാന്തിക്ക് അഗ്നി കൊടുക്കുന്നു, കൈമാറുന്നു. ആ അഗ്നി നടക്കൽ തന്നെയുള്ള പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെയാണ് ഈ ക്ഷേത്ര ചടങ്ങുകൾക്ക്, പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുക. അതിനുശേഷം കലത്തിൽ, മൺകലത്തിൽ വെള്ളം ഒഴിച്ച് അത് ചൂട്ടുവച്ച് കത്തിച്ച് അത് തിളയ്ക്കുമ്പോൾ അതിൽ അരിയിട്ട്, അരിയും ശർക്കരയും നാളികേരവും നെയ്യാണ് പണ്ടാരയടുപ്പിൽ ഏറ്റവും കൂടുതൽ ഈ പൊങ്കാലയ്ക്കായി ഉപയോഗിക്കുക. അങ്ങനെ നെയ്യഭിഷേകം ഈ രീതിയിൽ അത് തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് പകരുന്ന അഗ്നി ഉപയോഗിച്ച് എല്ലാവരും, ഈ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ പൊങ്കാല അടുപ്പിൽ തീ പകരുന്നു. അങ്ങനെ നിവേദ്യത്തിന് തുടക്കമാകുന്നു. ഒടുവിൽ 2:30-ക്ക് ക്ഷേത്രത്തിനകത്ത് നിവേദ്യം നടത്തിയതിന് ശേഷമാണ് എല്ലാ ഭക്തജനങ്ങളും ആ നിവേദ്യം ഭുജിച്ച് വ്രതം മുറിക്കുക. 7 ദിവസം വ്രതമെടുത്ത് ഒരു ദിവസം മുഴുവനുമെങ്കിലും വ്രതം എടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ 7, 3, 5 ആ രീതിയിൽ 3, 5, 7, 9 ഇങ്ങനെ പല ദിവസങ്ങളിലായി വ്രതമെടുത്തെത്തിയ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ ദേവിയെ ദർശിക്കാനായി എത്തിയിട്ടുള്ളത്. ക്ഷേത്രനട തുറന്നപ്പോൾ ദേവീനാമ ജപങ്ങളുമായി ഭക്തജനങ്ങൾ നിരനിരയായി ദേവിയെ ദർശിക്കാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തുടരുക. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ക്ഷേത്ര നട തുറന്നിരിക്കുകയാണ്. ദേവിയെ ദർശിക്കുകയാണ് അവിടെ ആയിരങ്ങൾ. വലിയ തിരക്ക് ഇതിനോടകം തന്നെ അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്ര പരിസരത്താകെ. 10:30-ക്കാണ് പണ്ടാരടുപ്പിൽ നിന്നും തീ പകരുക. അതോടുകൂടി ഈ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. ഒപ്പം ഉച്ചയ്ക്ക് 2:30-ക്കാണ് നിവേദ്യം തയ്യാറാക്കുക. അത്രയും നേരം, അല്ലെങ്കിൽ ആ സമയം അത്രയും വലിയ ജനത്തെ, അല്ലെങ്കിൽ ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് ക്ഷേത്രം ഭാരവാഹികൾ. ഇന്ന് പ്രവിത ലക്ഷ്മി കൂടി ചേരുന്നുണ്ട്. പ്രവിത, ക്ഷേത്രത്തിനകത്ത് വലിയ തിരക്ക് ഇതിനോടകം തന്നെ കാണുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറത്തെന്താണ് അവസ്ഥ? എത്രമാത്രം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്? ഒപ്പം ഈ അടുപ്പുകൾ കൂട്ടാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടോ അവിടെ? പ്രജൻ, ഗുഡ് മോർണിംഗ്. പ്രജൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കേ നടയിലാണ്. ഇവിടെ എത്രത്തോളം തിരക്കുണ്ടെന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. കാരണം ഇന്നലെ തിരുവനന്തപുരം നഗരവും ഒപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രവും ഉറങ്ങിയിട്ടില്ല. അത്രത്തോളം ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, അമ്പലത്തിനകത്തേക്ക് കയറാനുള്ള ആളുകളുടെ തിരക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരെല്ലാം ഇവർക്ക് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തിയിട്ടാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നത്. ഇപ്പം സ്മിത സമയം മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ എന്താണ് ഇതിന്റെ ഐതിഹ്യമെന്നും അതോടൊപ്പം തന്നെ ചടങ്ങുകൾ എന്താണെന്നുമൊക്കെ. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനത്തിനൊക്കെ ഒടുവിലാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി ഇവിടേക്ക് സ്ത്രീകൾ എത്തുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏറെ സ്വാതന്ത്ര്യത്തോടെ യാതൊരു ഭയവും ഇല്ലാതെ എത്താൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. എങ്ങും സ്ത്രീകൾ, തെരുവും നഗരവും എല്ലാം സ്ത്രീകൾ കീഴടക്കിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പുരുഷന്മാരെയൊക്കെ അങ്ങിങ്ങായി കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പുരുഷന്മാർക്ക് അത്ര പ്രസക്തി ഇല്ലാത്ത സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല അല്പസമയം കഴിയുമ്പോൾ ഇവിടെ ചൂട് കൂടും. എന്നാൽ ഈ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് ഏത് വിധേനയും ഈ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണം എന്നുള്ള ആ ഒരു ഒറ്റ മനസ്സിലാണ് ഈ സ്ത്രീകൾ എല്ലാവരും ഇവിടേക്ക് എത്തുന്നത്. എങ്ങും ആറ്റുകാൽ അമ്മയ്ക്ക് ആറ്റുകാൽ അമ്മയെ ഭജിച്ചുകൊണ്ടുള്ള, മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ അതാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു ചില ചടങ്ങുകൾ കൂടിയുണ്ട്. ഇവിടെ
ചെറിയ പെൺകുട്ടികൾ താലപ്പൊലിക്കായി ഒരുങ്ങി നടക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ചെറിയ ആൺകുട്ടികൾ 10 വയസ്സിൽ താഴെയുള്ള ബാലന്മാർ നടത്തുന്ന കുത്തിയോട്ടവും ഉണ്ട്. കുത്തിയോട്ടത്തിനായിട്ടുള്ള ബാലന്മാർ ദിവസങ്ങളായി ക്ഷേത്രത്തിൽ തങ്ങുകയാണ്. അവരുമുണ്ട്. ഈ വ്രതം നോറ്റും മനമുരുകി പ്രാർത്ഥിച്ചുമുള്ള ഈ കാത്തിരിപ്പിന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള നിമിഷങ്ങളാണ് ഇനി. ഇന്ന് രാവിലെ വരെ ആ കാത്തിരിപ്പ് നീളും. ഒപ്പം തന്നെ തിന്മകളും കെടുതികളും ഒഴിഞ്ഞ് ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള കാൽവയ്പിന്റെ പ്രതീകമായി ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കാനായി കാത്തിരിക്കുകയാണ് ഇവരെല്ലാവരും. കണ്ണത്താ ദൂരത്തോളം നിരന്ന് പൊങ്കാല അടുപ്പുകൾ നിറയും. ഈ വീഥികളെല്ലാം പൊങ്കാല അടുപ്പുകളാൽ നിറയുന്ന കാഴ്ചയാണ് ഇനി അല്പസമയത്തിനുള്ളിൽ കാണാൻ ആവുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ നിർഭരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കാണാൻ സാധിക്കും. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ദേവി സന്നിധിയിലെത്തി പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലമൊക്കെ ഉറപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പൊങ്കാല ഇടുക, ഈ ക്ഷേത്രത്തോട് അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് പൊങ്കാല ഇടുക എന്ന് പറയുന്നത് തീർച്ചയായും ഭക്തരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇവിടെ സ്ഥലം കിട്ടാതാവുമ്പോഴാണ് ഇങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ട നിര അങ്ങനെ പോകുന്നത്. 20 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തുന്ന ഭക്തർ അടുപ്പ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിലൊക്കെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പൊങ്കാല അടുപ്പുകൾ നിരത്തുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അതിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് പോലീസും അഗ്നിരക്ഷാസേനയും ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം. കുറ്റമറ്റ രീതിയിലാണ് എല്ലാ കൊല്ലവും പൊങ്കാല മഹോത്സവം നടത്താറുള്ളത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് അഗ്നിരക്ഷാസേനയ്ക്കും പോലീസിനും ഒക്കെ സഞ്ചരിക്കാനാകുന്ന രീതിയിൽ ആണ് റോഡിന് ഇരുവശത്തും പൊങ്കാല കലങ്ങൾ അടുക്കാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തേക്ക് പോലീസ് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തേക്കൊന്നും ഇവർക്ക് പൊങ്കാല അടുപ്പ് വെക്കാൻ സാധിക്കില്ല. എന്തായാലും വലിയ ചൂട് ഇനി അനുഭവപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:15 ഉള്ളൂ. വലിയ ചൂടാണ് ഇപ്പം തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ ഒരു യാഗശാലയായി മാറുമ്പോൾ തീർച്ചയായിട്ടും ആ പുകയും തീയും അതോടൊപ്പം തന്നെയുള്ള വെയിലും ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒറ്റ മനസ്സോടെ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കാണ് അല്പസമയത്തിനുള്ളിൽ ആരംഭമാകാൻ പോകുന്നത്. ഏറെ കാലത്തെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയ്ക്ക് ശേഷം ഈ ഭക്തരെല്ലാം കാത്തിരിക്കുന്നത് അടുത്ത കൊല്ലത്തെ പൊങ്കാലയ്ക്കായാണ്. ഞാൻ അല്പസമയം മുൻപ് ഒരു അമ്മയെ പരിചയപ്പെട്ടു. അവർ പറയുന്നത് അതാണ്. അവർക്ക് ഒരു പൊങ്കാല കഴിയുമ്പോൾ സങ്കടമാണ്, ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കണമല്ലോ അടുത്ത പൊങ്കാലയ്ക്കായി എന്നുള്ളത്. മറ്റൊന്ന്, തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഓണമോ വിഷുവോ ഒന്നും അല്ല ആഘോഷം. അവരെ സംബന്ധിച്ച് ഈ പൊങ്കാല മഹോത്സവമാണ് അവരുടെ ആഘോഷം. ഓണത്തേക്കാൾ ഏറെ കെങ്കേമമായിട്ടാണ് പൊങ്കാല അവർ ആഘോഷിക്കുന്നത്. മാത്രമല്ല ഇവിടെ ജാതിമത ഭേദമന്യേ പൊങ്കാല ഇടാനും ഒപ്പം പൊങ്കാല ഇടാൻ എത്തുന്നവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കുകയും ചെയ്യും. അവിടെ ജാതിക്കോ മതത്തിനോ ഒന്നും സ്ഥാനമില്ല. ഇവിടെ എത്തുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ ഈ തിരുവനന്തപുരത്തുകാർ സർവ്വസന്നദ്ധരാണ്. അവരുടെ ആഘോഷമാണ്. ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയാൽ ആ ദിവസം മുതൽ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഉത്സവം തുടങ്ങുകയായി. പിന്നീട് ആ 10 നാളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ വിധത്തിലുള്ള എന്തൊക്കെ സഹായം ചെയ്യാമോ അതെല്ലാം തിരുവനന്തപുരത്തുകാർ ചെയ്ത് നൽകുന്നുമുണ്ട്. എന്തായാലും ഈ ക്ഷേത്ര പരിസരത്ത് തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ നട തുറന്നു. സ്മിത സൂചിപ്പിച്ചതുപോലെ നട തുറന്നിട്ടുണ്ട്. അപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവരെല്ലാം പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നവരായതുകൊണ്ട് ഇവരുടെ എവിടെയാണോ ഇവർ അടുപ്പ് കൂട്ടിയിരിക്കുന്നത് ആ സ്ഥലത്തേക്കുള്ള യാത്രയിലേക്കാണ്. എന്തായാലും തിരക്ക് ഇനിയും കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട്. അവധിയായതിനാൽ തന്നെ കൂടുതൽ പേരെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തിലധികം പേർ പൊങ്കാല ഇട്ടു എന്നാണ് കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ അതും മറികടന്ന് കൂടുതൽ പേരെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ക്ഷേത്രം ഭാരവാഹികൾ. പ്രജൻ, ശരി പ്രവിത, തുടരുക. പുതിയ വിവരങ്ങൾക്കായി അല്പസമയത്തിനകം എത്താം. ഇപ്പോൾ ഗോപിക സുരേഷ് കൂടി ചേരുന്നുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഗോപിക ഉള്ളത്. ഗോപിക, ഗുഡ് മോർണിംഗ്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ വ്യത്യസ്തമായ ചടങ്ങുകൾ, അതുകൊണ്ട് മാത്രമല്ല ആ ക്ഷേത്രവും അതിൻ്റെ ചടങ്ങുകളും വ്യത്യസ്തമാവുന്നത്. ഒരുപക്ഷെ അവിടുത്തെ സ്ത്രീകളുടെ എണ്ണം അത് ഗിന്നസ് റെക്കോർഡിൽ വന്നതാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ക്ഷേത്രോത്സവം, ഒരു ഉത്സവം എന്ന രീതിയിൽ ഉള്ള റെക്കോർഡ് ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിലൊക്കെ തന്നെ തിരക്കുണ്ടോ? കൂടുതൽ പല സ്ഥലങ്ങളിൽ നിന്നായി വരുന്ന ആൾക്കാരൊക്കെ ട്രെയിൻ വഴിയാണ് വരുന്നത്. അവിടെ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്? രജന, അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ KSRTC റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഉള്ളത്. ഈ പരിസരം ഒട്ടാകെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസം മുൻപ് ഭക്തരെത്തി തങ്ങളുടേതായ സ്ഥലം ഉറപ്പിച്ചെങ്കിൽ ഇന്നും ദൂരദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെ
തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ തരത്തിലുള്ള തിരക്ക്, ആ തരത്തിൽ സ്ത്രീകൾ അനന്തപുരിയിലേക്ക് ഒഴുകുകയാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിടാൻ. ഇനി പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് 4-4.5 മണിക്കൂർ മാത്രമാണ് പൊങ്കാലയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ ഇവിടെ സജ്ജമാണ്. വലിയ തരത്തിലുള്ള തിരക്കാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള KSRTC സ്റ്റാൻഡിലും ഒക്കെ കാണുന്നത്. വലിയ തരത്തിലുള്ള തിരക്കാണ്. നഗരത്തിൽ പ്രത്യേക ഗതാഗത ക്രമീകരണങ്ങൾ, പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെയുണ്ട്. ഏതായാലും അമ്മമാരും ചേച്ചിമാരും ഒക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും നമുക്ക് അവരോടൊക്കെ തന്നെ വിശേഷം ചോദിക്കാം. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തോളം പേരാണ് ആറ്റുകാൽ പൊങ്കാല ഇട്ടതെങ്കിൽ ഇത്തവണ അതിലും അധികം പേർ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒപ്പം തന്നെ കനത്ത ചൂടാണ്. ഈ ചൂടിനെയൊക്കെ മറികടക്കാൻ കൃത്യമായ വെള്ളമടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം അമ്മമാരൊക്കെ തന്നെ റെഡിയാണ്, സെറ്റാണ് പൊങ്കാലയ്ക്ക്. എവിടുന്ന അമ്മ വരുന്ന? വർക്കലയിൽ നിന്ന്. ഇതിപ്പോഴേ ശരിയാക്കി തുടങ്ങുകയാണോ? അല്ല, ഇവിടെ നിന്ന് ശരിയാക്കിയാണ് ഇപ്പോഴും ഇത് തയ്യാറാക്കുന്നത്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? 10-20 വർഷം കൊണ്ട് വരുന്നു. അമ്മ എവിടുന്ന? അമ്മ തകഴി. എല്ലാ വർഷവും ഇടാറുണ്ടോ? ഇല്ല, 2ാമത്തെ വർഷമായത്. ഇപ്രാവശ്യം എന്തെങ്കിലും വഴിപാടുണ്ടോ? ഉണ്ട്. റെഡി ആയി കഴിഞ്ഞോ ചേച്ചി? കഴിഞ്ഞു. എവിടുന്നാ വരുന്ന? ആലപ്പുഴ. പ്രജൻ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് എത്രത്തോളം തിരക്കാണോ അതിലും അധികം തിരക്ക്, അല്ലെങ്കിൽ അത്രത്തോളം തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. മണ്ണിട്ടാൽ താഴെ വീഴാൻ സ്ഥലമില്ല, അത്രത്തോളം തിരക്കാണ്. ചിലരൊക്കെ ഇന്നലെ അനന്തപുരി ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ചിലരൊക്കെ വിശ്രമിക്കുന്ന തിരക്കിലാണ്. പൊങ്കാലക്കലങ്ങളൊക്കെ തന്നെ നിരന്നു കഴിഞ്ഞു. അവർ തങ്ങളുടേതായ സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. ഇനി ആ കാത്തിരിപ്പാണ്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആ മണിക്കൂറിലേക്ക് ഉള്ള കാത്തിരിപ്പാണ്. പണ്ടാര അടുപ്പിലേക്ക് തീ പകരാനുള്ള ആ ഒരു കാത്തിരിപ്പാണ്. വ്രതശുദ്ധിയോടെ അവർ എത്തിയിരിക്കുകയാണ്. പലരും എത്തിയിരിക്കുന്നത് പല വഴിപാടുകളൊക്കെ കഴിച്ചുകൊണ്ടാണ്. അമ്മ എവിടുന്നാ അമ്മ? ശരി ഗോപിക, പുതിയ വിശേഷങ്ങളിലേക്കും കൂടുതൽ ഭക്തരുടെയൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം.